സൗദി അറേബ്യയിലെ അസീറിൽ അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഇന്ത്യക്കാരൻ മലയാളി സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങി. ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും അബഹ ലേബർ ഓഫീസിന്റെയും നാടുകടത്തൽ കേന്ദ്രത്തിന്റെയും ഇടപെടൽ മൂലമാണ് നാട്ടിലേക്ക് മടങ്ങാൻ അവസരം ഒരുങ്ങിയത്. ബീഹാറിലെ പട്ന സ്വദേശി 65-കാരനായ ഷഹാബുദ്ദീൻ 25 വർഷം മുമ്പാണ് കുടുംബം പോറ്റാൻ സൗദിയിലെത്തിയത്. അസീറിലെ കമ്മീസ് വിഷയത്തിൽ സഫാരി സ്യൂട്ട് സ്റ്റിച്ചിംഗ് ആയിരുന്നു ജോലി. 25 വർഷത്തിനിടെ ആകെ 2 തവണയാണ് നാട്ടിൽ പോയത്. കഴിഞ്ഞ 10 വർഷമായി നാട്ടിൽ പോയിട്ടില്ല. 5 വർഷം മുമ്പ് ഇഖാമ കാലാവധി കഴിഞ്ഞതോടെ നിയമപ്രകാരം അനധികൃത താമസക്കാരനാകുകയും നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകുകയും ചെയ്തു. ഇതിനിടയിലാണ് 6 മാസം മുമ്പ് ഷഹാബുദ്ദീന് അർബുദം പിടിപെട്ടത്. കാലാവധിയുള്ള താമസരേഖയോ ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയോ കെട്ടിവെക്കാൻ കയ്യിൽ പണമോ ഇല്ലാത്തതിനാൽ പല ആശുപത്രികളിലും ചികിത്സ ലഭിച്ചില്ല. 4 മാസം മുമ്പാണ് അസീറിലെ സാമൂഹിക പ്രവർത്തകനും YCC ദക്ഷിണ മേഖലാ പ്രസിഡന്റുമായ അഷ്റഫ് കുറ്റിച്ചൽ ഇടപെട്ട് അഭയയിലെ അസീർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ലഭ്യമാക്കുന്നത്. തുടർ ചികിത്സക്കായി നാട്ടിലേക്ക് പോകാൻ സ്പോൺസറിൽ നിന്നും പാസ്പോർട്ട് ലഭിച്ചില്ല. ഈ പശ്ചാത്തലത്തിൽ ഏതാനും ദിവസം മുമ്പ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതിനിധികൾ ഷഹാബുദ്ദീനെ സന്ദർശിക്കുകയും എമർജൻസി സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയും ചെയ്തു. അബഹ ലേബർ ഓഫീസിന്റെയും നാടുകടത്തൽ കേന്ദ്രത്തിന്റെയും സഹായത്തോടെ ഫൈനൽ എക്സിറ്റും ലഭ്യമാക്കി. സാഹചര്യം മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ 4 മാസത്തെ ചികിത്സക്കും സർജറിക്കുമായി വന്ന ഭീമമായ തുക ഈടാക്കിയില്ല. കഴിഞ്ഞ ദിവസം ഷഹാബുദ്ദീൻ നാട്ടിലേക്ക് മടങ്ങി. യാത്രക്കാവശ്യമായ ടിക്കറ്റ് ലെന അഡ്വാൻസ്ഡ് ഇന്ത്യൻ സ്കൂളാണ് നൽകിയത്. മലപ്പുറം സ്വദേശി റഹീം നാട്ടിലേക്ക് ഷഹാബുദ്ദീനെ അനുഗമിച്ചു. YCC വനിതാ വിഭാഗം പ്രവർത്തക ലാൻസി ബിനു ആശുപത്രിയിൽ പരിചരണത്തിനുണ്ടായിരുന്നു. അസീറിൽ നിന്നും റസാഖ് കിന്നാശ്ശേരിക്കൊപ്പം ജലീൽ കണ്ണമംഗലം 24.